അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിയുടെ എക്സ്പീരിയൻസ്? നല്ല സർവീസ് ആണ്, എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ട്. ഏത് മോഡൽ വണ്ടിയാ? ഇത് 2010 പ്ലഷർ ആണ്. വണ്ടി നല്ല വണ്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര വിലക്കാ വാങ്ങിയത്? ഇത് 17,000 രൂപയ്ക്കാണ് നമുക്കൊരു സ്കൂട്ടർ കിട്ടിയത്. നല്ലൊരു സ്കൂട്ടർ കിട്ടി. അപ്പൊ അതിന് നമ്മള് റെഡി ക്യാഷ് കൊടുത്താണ് വാങ്ങിയത്, ലോൺ എടുത്തില്ല. ഇല്ല, ആദ്യം നമ്മുടെ ആധാർ കാർഡ് മാത്രം കൊടുത്തിട്ട് നിങ്ങളുടെ പേരിലേക്ക് എല്ലാം മാറ്റി തന്നെ ചിലവെല്ലാം ഉൾപ്പെടെ 17,000 അയക്കണേ. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പേപ്പറെല്ലാം കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാം സന്തോഷമായിട്ട് വാങ്ങിച്ചു. ഇപ്പൊ താക്കോല് തന്നേക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഒരുപാട് പേരാണ് എൻക്വയറി ചെയ്ത് ഡ്യൂക്കിൻ്റെ കളക്ഷൻ ഇല്ലേ എന്ന് ചോദിച്ചു. ഇത്തവണ ഏകദേശം ഡ്യൂക്കിൻ്റെ 3 കളക്ഷൻസ് ഉണ്ടായില്ല. ഈ ഒരു മോഡൽ ഡ്യൂക്ക് 200 ആണ്. ഷോറൂം കണ്ടീഷൻ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, ഒരു സിംഗിളായിട്ടുള്ള സ്ക്രാച്ച് പോലും ഇല്ല. പിന്നെ വരുന്നത് ഡ്യൂക്ക് 125, പിന്നെ അതെ 4 R15. അതിൽ ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ V4 എഡിഷനിൽ വരുന്നത്. ബാക്കി 3ഉം V3 എഡിഷനാണ് വരുന്നത്. 3ഉം ബ്ലാക്ക് കളറാണ്. ഈ ഒരു മോഡൽ റെഡ് കളർ. ഷോറൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേ കണ്ടില്ലേ, ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ റോയൽ എൻഫീൽഡിൻ്റെ കളക്ഷൻസാണ്. റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ മോഡൽസും ഉണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിൽ വരുന്ന എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, അതുകൂടാതെ ഹിമാലയ, പിന്നെ വരുന്നത് തണ്ടർബേർഡ്, മീറ്റിയോർ, ഹണ്ടർ, ഒട്ടുമിക്ക എല്ലാ റോയൽ എൻഫീൽഡ് കാറ്റഗറിയിലെ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഷോറൂമിൻ്റെ ഒരു സൈഡ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഷോറൂമിൻ്റെ ഉൾവശം, ഇതിലൂടെ കയറുമ്പോഴാണ് വണ്ടികളുടെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സൈഡിൽ തന്നെ NSൻ്റെ കളക്ഷൻസാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഡ്യൂക്കും അതുകൂടാതെ നമ്മുടെ RTRൻ്റെ കളക്ഷൻസും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബൈക്ക് മാർട്ടിന് സ്വന്തമായിട്ട് മെക്കാനിക് സെക്ഷൻ ഉണ്ട്. ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറ്റിയിട്ടാണ് ഇവർ വണ്ടി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെയും ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യണതിൻ്റെ മെയിൻ കാര്യം. അല്ലറ ചില്ലറ വർക്കൊന്നുമല്ല, എല്ലാം നല്ല ഹെവി വർക്കുകളൊക്കെ തന്നെ ചെയ്യാൻ ശേഷിയുള്ള നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള മെക്കാനിക്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ, വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെയും ബൈക്ക് മാർട്ടിൽ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യാൻ ആൾക്കാർ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വമ്പൻ കളക്ഷൻസാണ് ഇത്തവണ ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ബൈക്ക് മാർട്ടിലാണ്. അപ്പോൾ ഇത്തവണ വൻ കളക്ഷൻസാണ് ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം മെട്രോ പില്ലർ നമ്പർ 550 ഓപ്പോസിറ്റ് ആയിട്ടാണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിനടുത്ത് മെട്രോ പില്ലർ നമ്പർ 550 തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട പോലെയല്ല, ഇത്തവണ വൻ കളക്ഷൻസാണ് നമ്മുടെ ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. പിന്നെ അത് കൂടാതെ ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. എറണാകുളം കലൂർ സ്റ്റേഡിയം മെട്രോ പില്ലർ നമ്പർ 550 തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ലൊക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പോലും ലൊക്കേഷൻ പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇതാണ് എറണാകുളം കലൂർ മെട്രോ പില്ലർ നമ്പർ 550 കണ്ടില്ലേ, 550 തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് അത്യാവശ്യം മിഡ് പ്രീമിയം വണ്ടികളെല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇതാണ് ഷോറൂമിൻ്റെ മെയിൻ സെക്ഷൻ. ഇവിടെയാണ് വമ്പൻ കളക്ഷൻസ് ഒക്കെ വരുന്നത്. ഞാനിനി നേരെ കൂടുതൽ ദീർഘിപ്പിച്ച് ബോറാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്തവണ ഞാനല്ല, നമ്മുടെ നാസറിക്കാണ് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫറാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ നവംബർ മാസം ഇന്ന് എത്രാം തീയതി മോനെ? ഇന്ന് 7-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നപ്പോൾ നമ്മൾ വീഡിയോ പലരും കാണുന്നുണ്ട്, അപ്പോൾ ഡേറ്റും മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പുതിയ വീഡിയോ, അപ്പോൾ ഇതിനു മുമ്പ് കുറേ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബൈക്ക് മാർട്ടിൻ്റെ എറണാകുളത്തുള്ള ബൈക്ക് മാർട്ടിൻ്റെ വീഡിയോകൾ, കുറേ ടൂ വീലർ ഷോപ്പിൻ്റെ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറേ അധികം ആളുകൾ നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങാനും അതിനൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും വന്നവർക്കും അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത എല്ലാവർക്കും, വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൊക്കേഷനാണ്. എറണാകുളത്ത് തന്നെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, 550 നമ്പർ പില്ലറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ വണ്ടികളും ടൂ വീലറിൻ്റെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ടൂ വീലർ എന്ന് പറയുമ്പോൾ
ബുള്ളറ്റുകൾ, പ്രീമിയം വണ്ടികൾ, അതേപോലെ തന്നെ എക്സ്പൾസ്, അങ്ങനെയുള്ള എല്ലാത്തരം വണ്ടികളും, അതേപോലെ തന്നെ സ്കൂട്ടർ, അങ്ങനെ എല്ലാത്തരം സ്കൂട്ടറുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ വില കുറഞ്ഞ ഏകദേശം ഒരു 15,000 മുതലുള്ള സ്കൂട്ടറുകൾ, 15,000 മുതൽ ഓടുന്ന ബൈക്കുകൾ, എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനിപ്പോൾ പിന്നെ 2015 ഏകദേശം ഒരു 30,000 രൂപ വിലയിൽ മുകളിൽ വരുന്ന വണ്ടികൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 ശേഷം വരുന്ന എല്ലാത്തരം വണ്ടികൾക്കും ലോണും അവൈലബിൾ ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ലോണിന് വേണ്ടിയിട്ട് അധികം ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ലോണെല്ലാം റെഡിയായി കിട്ടുന്നതാണ്. അതിന് നമ്മുടെ സിവിൽ സ്കോർ ഉണ്ട് എങ്കിൽ നമുക്ക് അന്ന് തന്നെ ലോൺ റെഡിയാവും. സിവിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 700-ന് മുകളിൽ സിവിൽ സ്കോർ ഉണ്ടായാൽ മതി. ഇനിയിപ്പോൾ -1 ആണെങ്കിലും നമുക്ക് ലോൺ കിട്ടുന്നതിന് തടസ്സമില്ല. അപ്പോൾ ഒരു മിനിറ്റ്, പിന്നെ ഇതിനെക്കുറിച്ചാണ്, ലോണിനെ കുറിച്ചാണ്. ലോണിന് നമുക്ക് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, പിന്നെ ഇലക്ഷൻ ID കാർഡ്, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ പിന്നെ കറണ്ട് ബില്ലിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ലോണ് അന്ന് തന്നെ റെഡിയാവും എന്നുള്ളതാണ് മെയിൻ പ്രത്യേകത. അപ്പോൾ നമുക്ക് ലോണിലൂടെ നമുക്ക് വണ്ടികൾ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ റെഡി ക്യാഷ് ആണെങ്കിൽ വേറെ ഒന്നും ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി മാത്രം മതി. ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ക്യാഷിന് വണ്ടി എടുക്കാം. പിന്നെ അതല്ല, നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ട് എങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ പഴയ വണ്ടി കൊടുത്തിട്ട് ഇവിടുന്ന് വീണ്ടും വേറൊരു പഴയ വണ്ടി എടുക്കാം. നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ടോപ്പ് വേറെ വണ്ടി മാറ്റി എടുക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്കിവിടെ സൗകര്യമുണ്ട്. നിങ്ങളുടെ പഴയ വണ്ടി കൊടുക്കാനാണെങ്കിലും, നിങ്ങളുടെ പഴയ വണ്ടി വിൽക്കാനാണെങ്കിലും, അതേപോലെ തന്നെ പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും, നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇവിടെ നിന്ന് എടുക്കാനാണെങ്കിലും എല്ലാത്തിനും സൗകര്യം നമ്മുടെ യൂസ്ഡ് ബൈക്ക് ഷോപ്പ് എന്ന് പറയുന്നിടത്തിലുണ്ട്, ബൈക്ക് മാർട്ടിലുണ്ട്. അപ്പോൾ നമുക്കത് വിത്ത് ഫിനാൻസിലൂടെ, ലോണിലൂടെയും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ലോൺ ആവശ്യമുള്ളവർക്കും ലോൺ എടുക്കാം. അത് നമുക്ക് നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും ഒരു 5,000 മുതൽ ഡൗൺ പേയ്മെൻറ്റിൽ തുടങ്ങുന്നുണ്ട്. ചില വണ്ടികൾക്ക് 5,000 മതിയാവും, ചില വണ്ടികൾക്ക് 10 വേണ്ടി വരും, ചില വണ്ടികൾക്ക് 20 വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല വണ്ടിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതെന്താണെങ്കിലും ഞങ്ങളുടെ 2 പേരുടെയും നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. 2 പേരുടെ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത്രയും സൗകര്യങ്ങളാണുള്ളത്. ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരേ വണ്ടിയും അതിൻ്റെ ആദ്യം അടയ്ക്കേണ്ട എമൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ലൊക്കേഷൻ ഇത് എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മൾ വിളിക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ലൊക്കേഷൻ അറിയാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. എറണാകുളത്താണ്. എറണാകുളത്ത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെ, പിന്നെ എറണാകുളത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിനോട് സ്റ്റേഡിയത്തിനോട് ചേർന്ന് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ മതി. മെട്രോ ട്രെയിൻ പോകുന്ന പില്ലറിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 550 നമ്പർ, 550 550 നമ്പർ പില്ലറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വരിക, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വരിക. നിങ്ങൾക്ക് പറ്റിയ വണ്ടികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, നമുക്ക് തരാം. ഓടിച്ചു നോക്കാം. വണ്ടി ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. നിങ്ങൾക്ക് ഓടിച്ചു നോക്കി അതിൻ്റെ പോരായ്മകൾക്ക് പരിഹരിക്കുന്നതിന് നമുക്ക് ഏകദേശം 3 മെക്കാനിക് ഉണ്ട്. നിങ്ങൾക്ക് വണ്ടികളെല്ലാം ക്ലിയർ ആക്കി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിച്ച് നല്ല കണ്ടീഷനാക്കി തരും. അപ്പോൾ 3 മെക്കാനിക്ക് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ച് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്. പിന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം വരുന്ന ബാധ്യതകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരാം. നമുക്ക് ഒരേ വണ്ടികളും അതിൻ്റെ മോഡലും അതിൻ്റെ റേറ്റും പറയാം. അപ്പോൾ അതിന് എത്ര ലോൺ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബുള്ളറ്റാണ്, ക്ലാസിക്കാണ്, റെഡിഷ് റെഡ് എന്ന് പറഞ്ഞ കളറാണ്. 2016 മോഡൽ വണ്ടിയാണ്. 2016 മോഡൽ വണ്ടി നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപ 20 രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും. അപ്പോൾ അതാണ്. രണ്ടാമത്തത് എക്സ്പൾസിൻ്റെ റാലി എഡിഷനാണ്. 2022 മോഡൽ വണ്ടി, കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. റാലി എഡിഷൻ, എക്സ്പൾസ് റാലി എഡിഷൻ നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000 കൊടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 25,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നാൽ മെറ്റിയോറാണ്. മെറ്റിയോറിൻ്റെ 2020 മോഡൽ മെറ്റിയോറാണ്. ഈ വണ്ടിയാണെങ്കിൽ 1,35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല വണ്ടി തന്നെയാണ്. അതിനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് ഹണ്ടറാണ്. ഹണ്ടർ 2023 വണ്ടിയാണ്. 11,000 കിലോമീറ്റർ ഓടിക്കണ വണ്ടിയാണ്. 13 ആണോ എന്നൊരു സംശയമുണ്ടോ, ചെക്ക് ചെയ്യാം. 13 ആണ്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1,55,000 രൂപയാണ് നമ്മളിവിടെ ചോദിക്കുന്ന വില. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി പക്ക കണ്ടീഷനാണ്. ABS ആണ്, ഡിസ്ക് ബ്രേക്കാണ്, അലോയ് വീലാണ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉള്ള വണ്ടിയാണ്. അതിൻ്റെ ഒരു വണ്ടിയുടെ സീറ്റ്
വണ്ടിയുടെ സീറ്റ് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. കുറച്ച് റൈഡിങ്ങിനൊക്കെ കംഫർട്ടിന് വേണ്ടിയിട്ട് സീറ്റ് ഇച്ചിരി വലുതാക്കിയിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും ഈ ഹണ്ടർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും 1,55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമുക്ക് ഫറാസിൻ്റെ വീഡിയോ കണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു തരാൻ പറ്റും. അത് അടുത്തത് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡാണ്. 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. നല്ല വണ്ടിയാണ്. കാർബേറ്റർ ടൈപ്പ് വണ്ടിയാണ്. കാർബേറ്റർ ടൈപ്പ് വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഏകദേശം നമുക്കൊരു 15-20 അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്ത് 2020 മോഡൽ ക്ലാസിക് ബുള്ളറ്റാണ്. 2020 മോഡൽ ക്ലാസിക് ബുള്ളറ്റാണ്. 2020 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് അലോയ് വീലാണ്. അതുപോലെ തന്നെ ABS ആണ്, ഡിസ്ക് ബ്രേക്കാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ്. ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഏകദേശം നമുക്ക് ഈ വണ്ടി 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് ക്ലാസിക് സ്വന്തമാക്കാം. അടുത്ത് വരുന്ന 2016 മോഡൽ തണ്ടർബേഡാണ്. സാധാരണ തണ്ടർബേഡ് 2016 മോഡൽ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപ 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. അടുത്തത് ഹിമാലയാണ്. 2021 മോഡൽ ഹിമാലയ. നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്കൊരു 1.5 വരെയൊക്കെ ലോൺ കിട്ടും. ഏകദേശം ഒരു 50,000 രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ സൗകര്യം ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വീണ്ടും 2018 തന്നെയാണ്. 2018 വണ്ടി ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനിലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. അടുത്ത് ക്ലാസിക് 2016 വെറും 82,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അടുത്തത് വീണ്ടും ക്ലാസിക് 2016 വീണ്ടും ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഇതാണെങ്കിലും നമുക്ക് റെഡ് വണ്ടി നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് പിന്നെ 2015 മോഡൽ ക്ലാസിക് ഉണ്ട്. വെറും 80,000 രൂപ. ഇതിനൊക്കെ ഏകദേശം ഒരു 15-20 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ് സ്വന്തമാക്കാം. നമുക്ക് ലോൺ ഇവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. ഫിനാൻസിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു 5ഓളം സ്റ്റാഫ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഫിനാൻസ് നമുക്ക് ഓരോന്നിൻ്റെയും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇൻഷുറൻസ് അതിൻ്റെ ഫിനാൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിന് ലോൺ എത്ര അടയ്ക്കണം, ആദ്യം എത്ര അടയ്ക്കണം, മാസം എത്ര വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വന്നിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുപോലെ ABS വണ്ടിയാണ്. ഡ്യൂക്കിൻ്റെ 125. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഡ്യൂക്കിൻ്റെ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ 200 2023 വണ്ടിയാണിത്. 2023 ന്യൂ മോഡൽ ഡ്യൂക്ക് 200 ആണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി. കുറച്ച് കിലോമീറ്റർ ഏകദേശം 13,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില മാക്സിമം ഒരു 1,70,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 30,000-40,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ R15 നമുക്ക് 4-5 വണ്ടികൾ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇതൊരു R15 V4 ആണ്. 1,45,000 രൂപയ്ക്ക് 2021 വണ്ടി 1,45,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നതല്ല. 1,40,000 കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2020 മോഡലുണ്ട്. 1,25,000 കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതാണെങ്കിൽ 2021 മോഡലാണ്. നമുക്ക് 1,35,000 നമ്മൾ ചോദിക്കുന്ന വില. ഇത് 2023 വണ്ടിയാണ്. 1,40,000 കൊടുക്കാൻ പറ്റും. ഈ വണ്ടികളൊക്കെ നമുക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. നീറ്റ് വണ്ടികളാണ്. നീറ്റ് വണ്ടികളാണ്. നമുക്ക് ഇതെല്ലാ വണ്ടികളും ഏകദേശം ഒരു 25-30 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ R15 എടുക്കാൻ പറ്റും. ഏകദേശം ഇത്രയും R15 നമുക്ക് റെഡി ഡെലിവറി ആയിട്ടിരിക്കുന്ന വണ്ടികളാണ്. എല്ലാ വണ്ടികളും ABS വണ്ടികളാണ്. നല്ല നീറ്റ് വണ്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടിയുടെ എക്സ്പീരിയൻസ്? നല്ല സർവീസാണ്. നല്ല സർവീസാണ്. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ട്. ഏത് മോഡൽ വണ്ടിയാ? ഇത് 2010 പ്ലഷറാണ്. വണ്ടി നല്ല വണ്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എത്ര വിലക്കാണ് വാങ്ങിയത്? ഇത് 17,000 രൂപയ്ക്കാണ് നമുക്കൊരു സ്കൂട്ടർ കിട്ടിയത്. നല്ലൊരു സ്കൂട്ടർ കിട്ടി. അപ്പൊ അതിന് നമ്മൾ റെഡി ക്യാഷ് കൊടുത്താണ് വാങ്ങിയത്. ലോൺ എടുത്തില്ല. ഇല്ല, ആദ്യം നമ്മുടെ ആധാർ കാർഡ് മാത്രം കൊടുത്തിട്ട് നിങ്ങളുടെ പേരിലേക്ക് എല്ലാം മാറ്റി തന്നെ ചിലവെല്ലാം ഉൾപ്പെടെ 17,000 അയക്കണേ. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം പേപ്പറെല്ലാം കറക്റ്റാണ്. എല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാം സന്തോഷമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ താക്കോല് തന്നേക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിത് ഇനിയിപ്പോൾ കുറച്ച് എക്സ്പൾസ് കൂടെ ഉണ്ട്. എക്സ്പൾസ് പ്രീമിയം വണ്ടി 2021 വണ്ടിയാണ്. നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2021 ABS വരുന്ന എക്സ്പൾസിൻ്റെ 200 ആണ്. ഈ വണ്ടിയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. എക്സ്പൾസിൻ്റെ 200 ആണ്. 2V വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ്. ABS ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 20,000 രൂപ അടച്ച് എടുക്കാൻ പറ്റും. അടുത്തത് എക്സ്പൾസിൻ്റെ 4V ആണ്. 4V 2022 വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടി. എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടി. നീറ്റ് വണ്ടി. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഫ്രണ്ടിലെ ടയർ കൂടി മാറിയിട്ട് കൊടുക്കാം. ടയർ ഇച്ചിരി മോശമായിട്ടുണ്ട്. 23,000 കിലോമീറ്റർ ഓടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ 1,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് ഡ്യൂക്കാണ്. ഡ്യൂക്കിൻ്റെ 200 ആണ്. ഡ്യൂക്ക് 200
2013 ഡ്യൂക്ക് 200 ആണ്. നമുക്ക് വെറും 67,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 67,000 രൂപയ്ക്ക് ഡ്യൂക്ക് 200 നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണെങ്കിൽ അടുത്തത് അപ്പാച്ചയുടെ 200 ആണ്. അപ്പാച്ചി 200 2021 വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 95,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ അപ്പാച്ചയുടെ 200 അല്ല, അപ്പാച്ചയുടെ 160 ആണ്. നല്ല വണ്ടിയാണ്, ABS ഉള്ള വണ്ടിയാണ്, നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും 2022 വണ്ടി നമുക്കൊരു 85,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അടുത്തത് വരുന്നതും അപ്പാച്ചി 200 2018 വണ്ടിയാണ്. 2018 വണ്ടിയാണ്. 2018 ഈ വണ്ടിക്ക് നമുക്ക് വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത് വരുന്നത് 2018 തന്നെ വണ്ടിയാണ്. ഏകദേശം 50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ലോൺ കിട്ടും. ഏകദേശം ഒരു 10-15 അടച്ച് ലോൺ കിട്ടും. അടുത്തത് 220 ആണ്. 2017 മോഡൽ 220 വെറും 55,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതിനകത്ത് ഏകദേശം ഒരു 15 രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോൺ കിട്ടും. ലോൺ 40,000 രൂപ ലോൺ എടുത്താൽ ഏകദേശം 2,000 രൂപ താഴെയാണ് അടവ് വരുള്ളൂ. പിന്നെ ഇനി നമുക്ക് കുറേ അധികം വണ്ടികളും എല്ലാ തരം വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളിലോട്ടും വരുന്നതിന് മുമ്പ് നമുക്ക് സ്കൂട്ടറിൻ്റെ മാത്രം ഉള്ളൊരു വീഡിയോ എടുക്കാം. സ്കൂട്ടർ എൻടോർക്ക് എന്ന് പറഞ്ഞ വണ്ടി ഏകദേശം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 15-ലധികം എൻടോർക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ കളറും ഉണ്ട്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ ഫുൾ റെഡ് ഉണ്ട്, റെഡും ബ്ലാക്കും കൂടി വരുന്നുണ്ട്, ബ്ലൂ കളറുണ്ട്. അങ്ങനെ പല കളറിലുള്ള എൻടോർക്കിൻ്റെ റേസ് എഡിഷൻ വണ്ടികളാണ്. എല്ലാം റേസ് എഡിഷൻ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് പാന്തർ ഉണ്ട്, അതേപോലെ തന്നെ സൂപ്പർ സ്ക്വാഡ് ഉണ്ട്, അതേപോലെ തന്നെ XP ഉണ്ട്, XP 125 ഉണ്ട്. അതിൽ എൻടോർക്ക് നല്ല കളക്ഷൻസ് നമ്മുടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഏകദേശം 2023 വണ്ടി ഇരിപ്പുണ്ട്. 2023 പുതുപുത്തൻ വണ്ടിയാണ്. ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ 11,500 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 2023 ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 2023 വണ്ടി 82,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 82,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2020 വണ്ടി നമുക്ക് വെറും 62,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 10,000 രൂപയ്ക്ക് എടുക്കാം. അടുത്ത് 2023 വണ്ടിയാണ്. റേസ് എഡിഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ അലോയിലാണ്. എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ എൻടോർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും 82,000 രൂപ. അടുത്ത് 2022 വണ്ടിയാണ്. വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം. 78,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ 2023 വണ്ടി നമുക്ക് 82,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2022 വണ്ടി XP വണ്ടി. ഈ വണ്ടിക്കൊക്കെ 10 രൂപ അടച്ചാൽ മതി. അതിനെക്കുറിച്ച് ഒരേ വണ്ടിക്ക് ഞാൻ പറയണ്ട. സ്കൂട്ടറിനെല്ലാം 10 രൂപയാണ്. അതിൽ താഴെ അടച്ചാലും മതി. നിങ്ങൾ എന്തായാലും നമ്മൾ നേരിട്ട് വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ 10 രൂപ കയ്യിലില്ലാത്തവർ ഒരു 8 രൂപ ഉള്ളവർക്കാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വിടാൻ പറ്റും. അതേപോലെ തന്നെ 22 ഈ വണ്ടിയാണെങ്കിലും XP ആണെങ്കിലും നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 78,000 രൂപ. ഇതും ഏകദേശം 80,000 രൂപ. ഇത് ഏകദേശം 22 വണ്ടിയാണ്. ഈ വണ്ടികളെല്ലാം ഈ 80,000 82,000 രൂപയാണ് 2022-23 വണ്ടിയുടെ വില വരുന്നത്. ഈ വണ്ടികൾക്കൊക്കെ നമ്മൾ 10 രൂപ അടച്ചെടുക്കാം. അതല്ല ഈ ഡിയോ 2019 ഡിയോയാണ്. 2019 ഈ ഡിയോ 2019 ഈ ഡിയോ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഫ്രണ്ടിലെ ടയറും കൂടെ മാറിയിട്ടിട്ട് നമുക്ക് കൊടുക്കാം. വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. 55,000 രൂപ. അതുപോലെ തന്നെ 2021 മോഡൽ 2021 മോഡൽ ആക്റ്റീവയാണ്. 2021 മോഡൽ ആക്റ്റീവ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 58,000 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപ. അത് 2020 ആക്റ്റീവ് 60,000 രൂപ. 2017 മോഡൽ ആക്റ്റീവ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ജുപ്പിറ്റർ TVSന്റെ ജുപ്പിറ്റർ 2020 മോഡൽ വണ്ടി 58,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 വണ്ടി വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ 5,000 രൂപ 10 രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. 2018 ഏവിയേറ്റർ 38,000 രൂപ. 8,000 രൂപ അടച്ചാൽ മതി. അതുപോലെ ഹോണ്ടയുടെ ഗ്രാസിയ നല്ല നീറ്റ് വണ്ടിയാണ്. ഗ്രാസിയ ഒരു സ്പോർട്ടി ലുക്കുള്ള വണ്ടിയാണ്. സ്പോർട്സ് ടൈപ്പ് ഇരിക്കുന്ന വണ്ടിയാണ് ഗ്രാസിയ. ഹോണ്ടയുടെ സ്കൂട്ടർ തന്നെയാണ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അലോയില് ഡിസ്ക് ബ്രേക്കൊക്കെ ഉള്ള ഈ വണ്ടി നമുക്ക് വെറും 65,000 രൂപയ്ക്ക് എടുക്കാം. 2017 ആക്റ്റീവ് വൈറ്റ് വണ്ടി ഇരിപ്പുണ്ട്. നല്ല വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്രിലയുടെ SXR 160 എന്ന് പറഞ്ഞ മോഡലുണ്ട്. 2021 വണ്ടി 55,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിലയാണ്. ഈ വണ്ടിയാണെങ്കിൽ നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 2021 മോഡൽ വണ്ടി നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഡിയോ 2020 മോഡൽ ഡിയോയാണ്. ഗ്രീൻ കളർ വണ്ടി നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ എൻടോർക്ക് മാസ്ട്രോ 2018 മോഡൽ മാസ്ട്രോ അതാണെങ്കിൽ നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കെൽസൺ CK 2017 മോഡൽ ആൽഫ 30,000 രൂപയ്ക്ക് കൊടുക്കാം. ഇനി കുറഞ്ഞ വണ്ടികളുടെ ലിസ്റ്റും അപ്പുറത്തുണ്ട്. നമുക്ക് അതിൽ വരാൻ പോനെ.
എൻ എസിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഏകദേശം നമ്മുടെ കയ്യിൽ എൻ എസിൻ്റെ പലതരത്തിലുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എൻ എസിൻ്റെ നമുക്ക് 2017 മോഡൽ എൻ എസിൻ്റെ 200 ഉണ്ട്. നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും, 15 രൂപ അടച്ചിഞ്ഞ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2018 മോഡൽ എൻ എസ് ഇരിപ്പുണ്ട്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും നമുക്കൊരു 20 രൂപ 15 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം. അതുപോലെ തന്നെ 2018 മോഡൽ വേറെ ഉണ്ട്, 80,000 രൂപ വില വരുന്ന വണ്ടി. ഇത് 2017 മോഡൽ 50,000 രൂപ വില വരുന്ന വണ്ടിയാണ്. ഒരു 10 രൂപ അടച്ച് എടുക്കാൻ പറ്റും. അതുപോലെ 2018 മോഡൽ എൻ എസ് വണ്ടി ഇരിപ്പുണ്ട്. ഇതാണെങ്കിൽ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2019 മോഡൽ എൻ എസിൻ്റെ ABS വരുന്നത് 160 ആണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻ എസ് യൂണിക്കോൺ ഇരിപ്പുണ്ട് 30,000 രൂപയുടെ 2013. അതേപോലെ തന്നെ N160 എന്ന് പറഞ്ഞ മോഡലാണ്. N160 2024 വണ്ടിയാണ്. 2024 ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്, പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ 2023 മോഡൽ പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്. ഈ പ്ലാറ്റിന മൈലേജ് വണ്ടിയാണ്. മൈലേജ് ആണ് 70 കിലോമീറ്റർ മൈലേജ് കിട്ടും വണ്ടി പ്ലാറ്റിന. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 65 രൂപയ്ക്ക് 10 രൂപ 5 രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. ഇത് 2023 മോഡൽ പ്ലാറ്റിന ABS ആണ്. 23 പ്ലാറ്റിന ABS കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി 65,000 രൂപ. അതേപോലെ തന്നെ 2024 വെറും 3000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന പ്ലാറ്റിന ABS 2024 വണ്ടിയാണ്. പുതുപുത്തൻ വണ്ടി വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിനകത്താണെങ്കിലും നമുക്കൊരു 10 രൂപ അടച്ച് കഴിഞ്ഞാൽ 10 രൂപ അടയ്ക്കേണ്ട താഴെ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2024 പൾസർ 150 P150 എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പൾസർ ABS ഉള്ള വണ്ടി, നല്ല കിടുക്കാച്ചി വണ്ടി. 4000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 2024 പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. 2022 മോഡൽ വണ്ടി. നല്ല നീറ്റാണ്, പക്ക കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി. 4000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക്. പിന്നെ വെസ്പയ്ക്ക് ഒരുപാട് ആരാധകരുള്ള വണ്ടിയാണ് വെസ്പ. ഈ വെസ്പയാണെങ്കിലും നല്ല വണ്ടിയാണ്. വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ്. നല്ല ടയറാണ്, ബോഡി കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഒരു തരി പോറൽ പോലും പറ്റാത്ത ഈ വണ്ടി നമുക്കാണെങ്കിലും കൊടുക്കാം. ഈ വെസ്പയാണെങ്കിലും നമുക്ക് ഏകദേശം 2018 വണ്ടിയാണ്. ഏകദേശം ഒരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2014 വണ്ടിയാണ്. സ്ക്വയർ ഹെഡ്ലൈറ്റുള്ള ഈ വണ്ടി വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2018 വണ്ടിയാണ്. 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനൊക്കെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് 2021 ഡിയോ ഉണ്ട്. നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2021 വണ്ടിയാണ്. 65,000 രൂപ. 2019 ഡിയോ ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഡിയോ കുറേ വണ്ടിയുണ്ട്. നമുക്കിതൊക്കെ ഒരു 10 രൂപ താഴെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 2019 ഡിയോ ആണെങ്കിൽ 55,000 രൂപ. 2022 ഡിയോ ഇരിപ്പുണ്ട് 70,000 രൂപ. 2022 ഡിയോ ഇരിപ്പുണ്ട് 70,000 രൂപ. ഇതൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. 70,000 രൂപ നമ്മൾ പറയണമെന്നുള്ളൂ. നമ്മൾ നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടു ചെയ്യാം. 2015 പ്ലഷർ ഇരിപ്പുണ്ട് 28,000 രൂപ. 2013 പ്ലഷർ ഇരിക്കുന്നുണ്ട് 20,000 രൂപ. 2020 പ്ലഷർ പുതിയ മോഡൽ പ്ലഷർ ഇരിക്കുന്നുണ്ട്. പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 48,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വീഗോ, TVSൻ്റെ വീഗോ ഇരിക്കുന്നുണ്ട്. 2013 വീഗോ 23,000 രൂപയ്ക്ക് കൊടുക്കാം. 2006 ആക്റ്റീവ ഇരിക്കുന്നുണ്ട്. 2006 ആക്റ്റീവ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 15,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കുറഞ്ഞ മോഡൽ ആക്റ്റീവ, സ്കൂട്ടി എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതേ പുറകിലിരിക്കുന്നുണ്ട്. കുറഞ്ഞ മോഡൽ ആക്റ്റീവയിലോട്ടൊക്കെ നമുക്ക് വരാം. പാഷൻ പ്രോയാണ്. പാഷൻ പ്രോ നല്ലൊരു വണ്ടിയാണ്. പാഷൻ പ്രോ 2022 വണ്ടിയാണ്. 2022 ഈ പാഷൻ പ്രോ നമുക്ക് വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. അതേപോലെ തന്നെ വീണ്ടും പാഷൻ പ്രോ 2014 പാഷൻ പ്രോയാണ്. നല്ല വണ്ടിയാണ്. 28,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2021 പാഷൻ പ്രോയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നിസാര വിലയ്ക്ക് കൊടുക്കാം. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2023 സ്പ്ലെൻഡർ, 2023 ഈ ഇരിക്കുന്ന സ്പ്ലെൻഡർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. സ്പ്ലെൻഡറാണ് പുതിയ മോഡൽ സ്പ്ലെൻഡർ. നല്ല വണ്ടി. അതേപോലെ തന്നെ പാഷൻ പ്രോ 2019 പാഷൻ പ്രോയാണ്. 2019 വെറും പാഷൻ പ്രോ നമുക്ക് വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ സൂപ്പർ സ്പ്ലെൻഡർ 2019 40,000 രൂപയ്ക്ക് കൊടുക്കാം. പൾസർ 150 2019 പൾസർ 150 45,000 രൂപയ്ക്ക് കൊടുക്കാം. പൾസർ 125 2021 പൾസർ 125 55,000 രൂപ. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്കൊരു 10 രൂപ താഴെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം. അതേപോലെ തന്നെ 2021 ഹോർണറ്റാണ്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ?
നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് 2.0 ആണ്, 200 cc ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് 2021 2.0 വണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോർണറ്റ് 2019 മോഡൽ വണ്ടി 70,000 രൂപയ്ക്ക് കൊടുക്കാം ഇതിന്. അതേപോലെ ലിവോ 2017 മോഡൽ ലിവോയാണ്, നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി ലിവോ, ഹോണ്ടയുടെ ലിവോയാണ്. അതേപോലെ തന്നെ 2023 മോഡൽ FC ആണ്, നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇതാണ് നമുക്ക് 10 രൂപ അടച്ചാൽ മതി, ഇതൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ 2020 വണ്ടി ഇരിപ്പുണ്ട്, 72,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 മോഡൽ F250 ഇരിപ്പുണ്ട്. F250 എന്ന് പറയുമ്പോൾ 250 cc FC വണ്ടിയാണ്. ഈ യമഹയുടെ FC ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ യമഹയുടെ റേസഡ് 2014 മോഡൽ റേസഡ് ആണ്, 22,000 രൂപയ്ക്ക് കൊടുക്കാം. 2013 മോഡൽ റേസഡ് 22,000 21 രൂപയ്ക്ക് കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഫാസിനോ, പുതിയ മോഡൽ ഫാസിനോ 2021 വണ്ടിയാണ്, 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സാധാരണ പാരസ്യോ 2019 മോഡൽ വണ്ടി, നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 46,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. ജൂപ്പിറ്റർ 2021 മോഡൽ ജൂപ്പിറ്ററാണ്, നല്ല വണ്ടിയാണ്, നമുക്ക് 60,000 രൂപയ്ക്ക് കൊടുക്കാം. സ്കൂട്ടി പെപ്പ് 2012 മോഡൽ സ്കൂട്ടി പെപ്പ് ഇരിപ്പുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 14,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ 2010 ആക്റ്റീവ നല്ല വണ്ടികളാണ്, ഏകദേശം ഒരു 15 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ എല്ലാ വണ്ടികളുടെയും വീഡിയോ ഇടാനതിന് നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമുക്ക് ഈ വീഡിയോ അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ വണ്ടികളുടെയും വീഡിയോ ഇട്ടിട്ടില്ല. ഈ കുറേ അധികം വണ്ടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ വണ്ടികളും ഉണ്ട്, നിങ്ങൾ വരിക, വണ്ടി ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ലോണും കിട്ടും, എല്ലാത്തിനും സൗകര്യമുണ്ട്, നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കിട്ടും. നമുക്ക് നമ്മുടെ ഈ വണ്ടി ഇവിടുന്ന് തരുന്ന വണ്ടികളുടെ എല്ലാത്തിൻ്റെയും RC ബുക്ക്, ഇൻഷുറൻസ്, മറ്റുള്ള പേപ്പറുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. വണ്ടി ഇവിടുന്ന് നമുക്ക് തരുമ്പോൾ എല്ലാ പേപ്പറും കറക്റ്റ് ആയിരിക്കും. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ചെയ്ത് എല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നതാണ്. അതിനുള്ള വേറെ ചാർജസ് ഒന്നും വരുന്നില്ല. ഈ വണ്ടിയുടെ വിലയില്ലാത്ത ഈ വണ്ടിയുടെ പേര് മാറുന്നതും ഇൻഷുറൻസിൻ്റെയും എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ റേറ്റ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരിക, വന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ റേറ്റ് നിങ്ങൾ പറയണം, ഞാൻ ഫറാസിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നേക്കണെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഇതാണ്. അപ്പോൾ ആ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും വണ്ടി തരും. അപ്പോൾ എന്താണെങ്കിലും വരിക, വന്ന് നോക്കുക. എന്തെങ്കിലും ഞങ്ങളുടെ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എല്ലാവരും നിങ്ങളെല്ലാം എന്നെ ഒന്ന് സഹായിക്കുക. കാരണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരെയും ഒന്ന് അറിയിക്കുക. എല്ലാവർക്കും വന്നവർക്കും വണ്ടി എടുത്തവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ റോയൽ എൻഫീൽഡിൻ്റെ കളക്ഷൻസാണ്. ആ കളക്ഷൻസിൽ എലക്ട്ര ഉണ്ട്, ക്ലാസിക് ഉണ്ട്, അതുകൂടാതെ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ അതെ ഹിമാലയൻ, പിന്നെ തണ്ടർബേർഡ്, പിന്നെ അതുകൂടാതെ ഒരു ഹണ്ടർ ഉണ്ട്. ഇതെല്ലാം റോയൽ എൻഫീൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൂടാതെ ഇത് മീറ്റിയോറും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നോക്കിയാൽ കംപ്ലീറ്റ് റോയൽ എൻഫീൽഡിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വണ്ടികൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ R15ൻ്റെ കളക്ഷൻസാണ് വരുന്നത്. R15ൻ്റെ 4 കളക്ഷൻസ് ഉണ്ട്. അതിൽ 3 V3യും പിന്നെ ഈ ഒരു മോഡൽ മാത്രം V4ഉം ആണ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഷോറൂമിൻ്റെ ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെയും സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസാണ് വരുന്നത്. അപ്പോൾ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ച് 5,000 രൂപ മുതലാണ് ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് സ്കൂട്ടേഴ്സ് സ്വന്തമാക്കാം. അത് കൂടാതെ ആ അറ്റത്തുനിന്ന് മുതൽ ഈ ഷോറൂമിൻ്റെ 2 ലെയർ കംപ്ലീറ്റ് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് മുതൽ ഇങ്ങേ അറ്റം വരെ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസാണ്. എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഹോണ്ട, യമഹ, ഹീറോ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയൊക്കെ സ്കൂട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. NSൻ്റെ കളക്ഷൻസ് ഇത്തവണ ഒരുപാടുണ്ട്. ഏകദേശം ഒരു 6 ക്വാണ്ടിറ്റിക്ക് മുകളിലുണ്ട് NSൻ്റെ കളക്ഷൻസ്. അതിൽ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ ഡ്യൂക്ക് ആണെങ്കിലും നമ്മൾ ഡ്യൂക്ക് അല്ലാതെ ഇവിടെ RTR, അപ്പാച്ചി RTRൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത്തവണ 4
RTRൻ്റെ കളക്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 7 പുതിയ കളക്ഷൻസാണ് വന്നത്. അതിൽ നിന്ന് കുറേ എണ്ണം സെയിലായി. അപ്പോൾ അതെ ഇതിൻ്റെ എല്ലാം പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് എൻക്വയറി ചെയ്തതാണ് ലോ ബഡ്ജറ്റ് വണ്ടികളില്ലേ എന്ന് ചോദിച്ചിട്ട്. ഇത്തവണ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വൻ ശേഖരം തന്നെയുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റും ഒരുപാട് പേര് അന്വേഷിക്കുന്നൊരു ഒരു ബ്രാൻഡാണ് നമ്മുടെ EFC. അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 മോഡൽ V3 ആണ്. ഈ ഒരു മോഡൽ 250 ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. കേരളത്തിലെ ഏറ്റവും വലിയ യൂസ്ഡ് ബൈക്ക് ഷോപ്പാണ് കൊച്ചി കലൂരിലുള്ള ബൈക്ക് മാർട്ട്. ഒരു നോർമൽ യൂസ്ഡ് ബൈക്ക് ഷോപ്പുകളെ അപേക്ഷിച്ച് വൻ കളക്ഷൻസ് ആണ് ഈ ഒരു ഷോപ്പിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.